നമസ്തേ. 9ാം ക്ലാസ്സിലെ ടേം 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മാർക്സ് കംപ്ലീറ്റ് ആയിട്ട് 80 മാർക്കാണ് ടോട്ടൽ മാർക്സ്. ടൈം 3 hours ആണ്. അപ്പോൾ 80 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 4 പാർട്ടായിട്ടാണ് വരിക. അതിലെ ഫസ്റ്റ് പാർട്ട് കാ ഖണ്ഡഹ അപഠിതാവബോധനാണ്. അതായത് അൺസീൻ പാസേജും അതായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. 10 മാർക്കാണ് ഈ ഒരു ഫസ്റ്റത്തെ പാർട്ടിലുള്ളത്. അപ്പോൾ ആദ്യം ഒരു പാസേജ് ഉണ്ടാവും. ആ പാസേജ് വായിച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആൻസർ ചെയ്യാം. കസ്മിൻശ്ചിത് ദേശേ ധർമ്മബുദ്ധി പാപബുദ്ധിശ്ച ദ്വേ മിത്രേ നിവസതഃ സ്മ. ഒരു ദേശത്ത് ധർമ്മബുദ്ധി പാപബുദ്ധി എന്നിങ്ങനെ പേരുള്ള 2 കൂട്ടുകാർ താമസിച്ചിരുന്നു. അധ കഥാചിത് പാപബുദ്ധിനാ ചിന്തിതം. അപ്പോൾ പാപബുദ്ധി ഒരിക്കൽ ചിന്തിച്ചു, അഹം താവൻ മൂർഖ ദരിദ്രശ്ച. ഞാൻ വളരെയധികം മൂർഖനുമാണ്, ദുഷ്ടനുമാണ്, അതേപോലെ ദരിദ്രനുമാണ്. തദേനം ധർമ്മബുദ്ധിം ആദായ ദേശാന്തരം ഗത്വ അസ്യ ആശ്രയേണ അർത്ഥോപാർജനം കൃത്വ ഏനമപി വഞ്ചയിത്വ സുഖീ ഭവാമി ഇതി. അപ്പോൾ പാപബുദ്ധി ചിന്തിക്കുകയാണ്, ധർമ്മബുദ്ധിയും കൂട്ടി മറ്റൊരു ദേശത്തേക്ക് പോയിട്ട് അവനെ വെച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കാം, അവനെ അങ്ങനെ വഞ്ചിക്കാം, സുഖമായിട്ട് ജീവിച്ചുകൊണ്ട് അവനെ വഞ്ചിക്കാം എന്ന് പറഞ്ഞു. അധ അന്യസ്മിൻ അഹനി പാപബുദ്ധി ധർമ്മബുദ്ധിം പ്രാഹ. അപ്പോൾ മറ്റൊരു ദിവസം നെക്സ്റ്റ് ഡേയില് അഹനി എന്ന് പറഞ്ഞ പകല് പാപബുദ്ധി ധർമ്മബുദ്ധിയോട് പറഞ്ഞു, പ്രാഹ പറഞ്ഞു, ഭോമിത്ര ശാസ്ത്രേഷു എവം വർണ്ണിതം യത് യേന ദേശാന്തരേഷു ഗത്വ ബഹുവിധം ഭാഷാവേഷാധികം ന ജ്ഞാതം തസ്യ ജന്മ ധരണീപീഠേ നിരർത്ഥകം. അപ്പൊ ധർമ്മബുദ്ധി പറയാണ്, അല്ലയോ കൂട്ടുകാര, ശാസ്ത്രേഷു ഏവം വർണ്ണിതം, ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദേശാന്തരങ്ങളിൽ പോയിട്ട് പലതരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വേഷഭൂഷാദികളും അവിടുത്തെ ഭാഷ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ജന്മം ധരണീപീഠെ ഈ ഭൂമിയിൽ നിരർത്ഥകമാണ്, യൂസ്ലെസ് ആണ് എന്നാണ് പറയുന്നത്. അതഹ ആവാം ദേശാന്തരം ഗച്ഛാവ. അതുകൊണ്ട് നമുക്ക് മറ്റൊരു ദേശത്തേക്ക് പോകാമെന്ന് ധർമ്മബുദ്ധി പാപബുദ്ധിയോട് പറഞ്ഞു. പാപബുദ്ധി ധർമ്മബുദ്ധിയെ മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ധർമ്മബുദ്ധി പാപബുദ്ധിയോട് മറ്റൊരു ദേശത്തേക്ക് പോകാനായിട്ട് പറയുന്നത്. ദേശാന്തരം ഗത്വ തൗ പരിശ്രമേണ പ്രഭൂതം ധനം ആർജിതവന്തോ. മറ്റൊരു ദേശത്തേക്ക് പോയിട്ട് രണ്ടുപേരും നല്ലപോലെ ഒരുപാട് പൈസ സമ്പാദിച്ചു. ഏകദാ തൗ ആർജിതം ധനം നീത്വ ഗൃഹം പ്രതി അഗച്ഛതാം. അങ്ങനെ അവര് ഒരുപാട് സമ്പാദിച്ച പൈസയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഗൃഹം പ്രാപ്യ പാപബുദ്ധി ധർമ്മബുദ്ധി ച സമ്പൂർണം ധനം ഏകസ്യ വൃക്ഷസ്യ മൂലേ നിക്ഷിപ്തവന്തോ. അങ്ങനെ അവർ സമ്പാദിച്ച ധനമെല്ലാം ഒരു വൃക്ഷത്തിന്റെ മൂലേ നിക്ഷിപ്തവന്തോ, വൃക്ഷത്തിന്റെ താഴത്ത് അവർ നിക്ഷേപിച്ചു, കുഴിച്ചിട്ടു. പുനഃ ഏകദാ പാപബുദ്ധി നിശായം ഗത്വ വൃക്ഷസ്യ മൂലം ഖനിത്വ സർവം ധനം പ്രാപ്തവാൻ. അപ്പോൾ അതിലെ പാപബുദ്ധി ഒരു ദിവസം രാത്രി പോയിട്ട് ആ വൃക്ഷത്തിന് താഴെയുള്ള സമ്പൂർണം ധനവും കുഴിച്ചെടുത്ത് മോഷ്ടിച്ചു. അതഹ ഉച്യത്തെ ദുഷ്ടൈഹി സഹ മിത്രത നോചിത ഇതി. അതുകൊണ്ടാണ് പറയുന്നത് ദുഷ്ടന്മാരായിട്ടുള്ള കൂട്ടുകെട്ട് നല്ലതല്ല എന്ന്. അപ്പൊ നമുക്ക് പാസേജ് മനസ്സിലായി. ഏകപദേന ഉത്തരത. ഇതിലെ കേവലം പ്രശ്നദ്വയം, ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകിയാൽ മതി. പക്ഷെ എല്ലാത്തിനും ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധർമ്മബുദ്ധേഹേ മിത്രസ്യ കിം നാമ. ധർമ്മബുദ്ധിയുടെ കൂട്ടുകാരന്റെ പേരെന്താണ്? പാപബുദ്ധി. പാപബുദ്ധി ധർമ്മബുദ്ധി ച വൃക്ഷസ്യ മൂല്യ കിം നിക്ഷിപ്തവന്തോ. രണ്ടുപേരും കൂടിയിട്ട് വൃക്ഷത്തിന്റെ താഴെ എന്താണ് കുഴിച്ചിട്ടത്? സമ്പൂർണ്ണ ധനം. കഹ മൂർഖ ദരിദ്രശ്ച ആസീത്. ആരാണ് മൂർഖനും ദരിദ്രനുമായിരുന്നത്? പാപബുദ്ധി. പൂർണ്ണവാക്യേന ഉത്തരത. കേവലം പ്രശ്നദ്വയം. ഇതും 3 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ 2 ആൻസർ ചെയ്താൽ മതി. പക്ഷെ നമ്മളെല്ലാത്തിനും ആൻസർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പാപബുദ്ധി കസ്യ ആശ്രയേണ അർത്ഥോപാർജനം കർത്തും ഇച്ഛതി സ്മ. പാപബുദ്ധി ആരെ ആശ്രയിച്ചുകൊണ്ടാണ് ധനം സമ്പാദിക്കാനായിട്ട് ആഗ്രഹിച്ചത്? ധർമ്മബുദ്ധേഹേ. പുനഃ ഏകദാ പാപബുദ്ധി കിം പ്രാപ്തവാൻ. പിന്നീട് പാപബുദ്ധി എന്താണ് നേടിയത്? എല്ലാം ലഭിച്ചത് എന്താണ്? സർവം ധനം, എല്ലാ ധനവും അദ്ദേഹം വൃക്ഷത്തിന്റെ താഴെ നിന്ന് മോഷ്ടിച്ചു. ഗൃഹം പ്രാപ്യ ധർമ്മബുദ്ധി പാപബുദ്ധിശ്ച കിം കൃതവന്തോ. വീട്ടിലെത്തിയ ശേഷം ധർമ്മബുദ്ധിയും പാപബുദ്ധിയും എന്ത് ചെയ്തു? സമ്പൂർണം ധനം ഏകസ്യ വൃക്ഷസ്യ മൂലേ നിക്ഷിപ്തവന്തോ. എല്ലാ പൈസയും ഒരു വൃക്ഷത്തിന് താഴെ നിക്ഷേപിച്ചു. കസ്യ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ധർമ്മബുദ്ധേഹേ എന്ന് എഴുതുക. ബാക്കി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. പുനഃ ഏകദാ പാപബുദ്ധി എന്ന് എഴുതിയ ശേഷം സർവം ധനം എന്ന് എഴുതിയിട്ട് പ്രാപ്തവാൻ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് സെന്റൻസ് ആയിട്ട് എഴുതാം. ഇങ്ങനെയാണ് കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ടാണ് ഈ ഒരു പൂർണ്ണവാക്യേന ഉത്തരത എന്നുള്ള സെക്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി അസ്യ ഗദ്യാംശസ്യ ഏകം സമുചിതം ശീർഷകം ലിഖത. അപ്പൊ ഈ ഒരു ഗദ്യാംശത്തിന്, ഈ ഒരു പാസേജിന് നല്ലൊരു ടൈറ്റിൽ നമുക്ക് വേണം. ദുഷ്ടൈഹി സഹ മിത്രത എന്നുള്ള ഒരു ശീർഷകമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ദുഷ്ടന്മാരായിട്ടുള്ള കൂട്ടുകെട്ട്.
ഇത് മാത്രമല്ല ഏത് ശീർഷകവും കൊടുക്കാം, പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടാവണം എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാനായിട്ടുള്ള കാരണം ദുഷ്ടൈഹി സഹ മിത്രത എന്ന് പാസേജിൽ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് പാസേജിലെ വേർഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് നല്ലൊരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. യഥാനിർദ്ദേശം ഉത്തരത കേവലം പ്രശ്നത്രയം. ഏതെങ്കിലും 3 ചോദ്യങ്ങൾ എഴുതിയാൽ മതി, പക്ഷെ നമ്മളിവിടെ എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, തൗ പരിശ്രമേണ പ്രഭൂതം ധനം ആർജിതവന്തോ അത്ര വിശേഷണ പദം കിം. വിശേഷം എന്താണെന്നുള്ളത് നമ്മളൊരു ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് വിശേഷ്യം, എന്തായിട്ടാണ് ആ വിശേഷത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത് വിശേഷണം. അപ്പൊ ഇവിടെ വിശേഷണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രഭൂതം ധനം എത്രത്തോളം ഉണ്ട്? പ്രഭൂതം അധികമായിട്ട്. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്, പ്രഭൂതം. രാത്രൗ അസ്യ പദസ്യ കിം പര്യായ പദം ഗദ്യാംശേ അസ്തി. അപ്പൊ രാത്രിക്ക് ഏത് പര്യായ പദമാണ് ഗദ്യാംശത്തിൽ യൂസ് ചെയ്തേക്കണേ? നിശ. ഗദ്യാംശേ ആവാം ഇത് കർത്തൃപദസ്യ ക്രിയാപദം കിം. ഗദ്യാംശത്തിൽ ആവാം എന്ന് കർത്തൃപദം പറയുന്നുണ്ട്. അപ്പൊ ഈ ആവാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ അതിന്റെ ക്രിയാപദം എന്താണ്? ആവാം എന്നുള്ളത് ഗച്ഛാവ എന്നുള്ളതാണ് ഉത്തരം. ആവാം എന്നുള്ള ക്വസ്റ്റ്യന്റെ ഉത്തരം ഗച്ഛാവ ആണ് ക്രിയാപദമായിട്ട് വരുന്നത്. ലാസ്റ്റ് വൺ, ദേശേ ഇത്യത്ര വിഭക്തി കഹ. ദേശേ എന്നുള്ള പദത്തിന്റെ വിഭക്തി പ്രഥമ, പഞ്ചമി, സപ്തമി, തൃതീയ. അപ്പോ രാമേ ബാലേ എന്ന് പറയുന്ന പോലെ സപ്തമി വിഭക്തിയാണ് ദേശേ എന്നുള്ളത് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട് നമുക്ക് നോക്കാം. ഖ ഖണ്ഡഹ രചനാത്മകം, റൈറ്റിംഗ് സെക്ഷൻ ആണ്. ഇതിൽ ടോട്ടൽ 15 മാർക്കാണ് ഇവിടെ ഉള്ളത്. അധോദത്തം ചിത്രം ദൃഷ്ട്വാ സാർത്ഥകാനി പഞ്ചവാക്യാനി സംസ്കൃതേന ലിഖത. ചിത്രവർണ്ണനാണ്. താഴെ സൈഡിലായിട്ട് ഇവിടെ മഞ്ജുഷ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിത്രവർണ്ണം ആൻസർ ചെയ്യാം. ഛാത്രാഹ കുട്ടികൾ, വനമഹോത്സവം, പാദപാനാം വൃക്ഷങ്ങൾ, വിദ്യാലയെ സ്കൂളിൽ, ആരോപണം വളർത്തുക അല്ലെങ്കിൽ നടുക, കുർവന്തി ചെയ്യുന്നു, ശിക്ഷകാഹ അധ്യാപകർ, നിർദ്ദേശാഹ ഇൻസ്ട്രക്ഷൻസ്, പര്യാവരണം എൻവയോൺമെന്റ്, ക്ഷേത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തിൽ എന്നർത്ഥം, ഫീൽഡിലാണ്. വിശാലം വിശാലമായത്, പ്രകൃതേഹേ പ്രകൃതിയുടെ, സംരക്ഷണം പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ട് ചെയ്യുക, അനിവാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, അനിവാര്യം തന്നെയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസിലെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള 5 സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതം വനമഹോത്സവസ്യ ചിത്രമസ്തി. ചിത്രേ ഛാത്രാഹ വൃക്ഷാണാം ആരോപണം കുറുവന്തി, ശിക്ഷകാഹ സർവേഭ്യഃ നിർദ്ദേശാൻ യച്ഛന്തി, വിദ്യാലയെ വനമഹോത്സവം ആചരന്തി, പ്രകൃതേഹേ സംരക്ഷണം അനിവാര്യമേവ. ഇത്തരത്തിലുള്ള 5 സെന്റൻസുകളാണ്. ഇത് എഴുതുന്ന ആളുടെ യുക്തി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെന്റൻസ് ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ മോഡലായിട്ട് കൊടുത്തു എന്ന് മാത്രം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭവാൻ ഓർ ഭവതി സുരേശ. നമ്മള് സുരേശനാണ്. ഭവതഃ അനുജഃ ജയപുരേ ഛാത്രാവാസേ വസതി. അപ്പോൾ നമ്മുടെ അനിയൻ ജയ്പൂരിലെ ഛാത്രാവാസി ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അനുജം പ്രതി ലിഖിതം പത്രം മഞ്ജുഷായ പ്രദത്തപദേഹി പൂരയിത്വ ഉത്തരപുസ്തികായ പുനഃ ലിഖിത. അപ്പോൾ അനുജനാണ് ജയ്പൂരിൽ താമസിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്ന അനിയന് ലെറ്റർ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ജയപുരതഃ തിഥി, ഡേറ്റ് ആണ്. പ്രിയ അനുജഃ പ്രിയപ്പെട്ട അനിയൻ, ശുഭാശിഷഃ ആശംസകൾ. അഹമത്ര കുശലി, ത്വമപി തത്ര കുശലി അസീതി മന്യേ. ഞാനിവിടെ സുഖമായിട്ടുണ്ട്, നീയും അവിടെ സുഖമായെന്ന് വിശ്വസിക്കുന്നു. മാതാപിതരോ ത്വം സർവദാ സ്മരതഃ. അമ്മയും അച്ഛനെയും എപ്പോഴും നിന്നെ സ്മരിക്കുന്നുണ്ട്. അഗ്രജ ആഗാമി സപ്താഹേ ഗൃഹം ആഗമിഷ്യതി. ചേച്ചി വരുന്ന ആഴ്ചയിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആഗമിഷ്യതി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ ആഗമിഷ്യ എന്നുള്ള പദം യൂസ് ചെയ്തത്. ത്വം അപി യദി ആഗന്തും ഇച്ഛസി തർഹി ആഗച്ഛ. നീയും നിനക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നോളൂ. ഏതദ് വിഷയെ അഗ്രജ അപി പത്രം ലേഖിഷ്യതി. അപ്പൊ ഈ ഒരു വിഷയത്തില് ചേച്ചി വരുന്ന കാര്യം ആയിട്ട് ബന്ധപ്പെട്ട് നിനക്കും ഒരു ലെറ്റർ എഴുതും. തവ അധ്യയനം സർവം ചരതീതി ഭയം ചിന്തയാമ. നിന്റെ പഠനമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അന്യത് സർവം കുശലം, ബാക്കിയെല്ലാം സുഖമായിട്ട് പോകുന്നു. സർവേഭ്യ മിത്രേഭ്യ മദീയാഹ ശുഭകാമന. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് തുദീയ അഗ്രജ, നിന്റെ ചേട്ടൻ സുരേശ. ലെറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ലാസ്റ്റത്തെ ഈ ഒരു സെക്ഷൻ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് അനുവാദ. ഇതിൽ 5 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി, പക്ഷെ എല്ലാതും നമ്മളിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഹീസ് റീഡിംഗ് സാൻസ്ക്രിറ്റ് ബുക്ക്, സഹ സംസ്കൃതം പഠതി. ദ സ്കൂൾ ഈസ് നിയർ മൈ ഹൗസ്, മമ ഗൃഹം പരിതഃ വിദ്യാലയം വർത്തതെ. ഇതിന് നമുക്ക് വേറെ രീതിയിലും എഴുതാം. മമ വിദ്യാലയ ഗൃഹസ്യ സമീപേ വർത്തതെ, ഗൃഹസ്യ സമീപേ അസ്തി എന്നും എഴുതാം. സ്പ്രിംഗ് ഈസ് ദ ബെസ്റ്റ് എമംഗ് ഓൾ സീസൺസ്, വസന്ത ഋതു
സർവേഷു ഋതുഷു ഉത്തമം അസ്തി. ഫോർത്ത് വൺ, ചിൽഡ്രൻ ഡു നോട്ട് ഗോ ദാറ്റ് സൈഡ്. ഛാത്രാഹ തത്ര മാ ഗച്ഛന്തു. മാ ഗച്ഛ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അർത്ഥം കറക്റ്റ് ആയാൽ മതി. സ്റ്റുഡൻസ് വിൽ നോട്ട് ഈറ്റ് ഇൻ ക്ലാസ്. ഛാത്രാഹ കക്ഷയം ഭോജനം ന ഖാദന്തി. ക്ലാസ്സിൽ കഴിക്കില്ല. ശിവജി വാസ് എ മൈറ്റി കിങ്. ശിവജി ശക്തിമാൻ രാജ ആസീത്. ലാസ്റ്റ് സെന്റൻസ്, ഇന്ത്യൻ കൾച്ചർ ഈസ് ഫേമസ് ഇൻ ദ വേൾഡ്. ഭാരതീയ സംസ്കൃതി വിശ്വേ പ്രസിദ്ധമസ്തി. അപ്പോൾ നമ്മൾ 2 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത സെക്ഷൻ അനുപ്രയുക്ത വ്യാകരണമാണ്. ഇത് ടോട്ടൽ 25 മാർക്കാണ് വരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അധോലിഖിത പദാനി വർണ്ണവിച്ഛേദം വർണ്ണ സംയോജനം വാ കുരുത. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങൾക്ക് വർണ്ണവിച്ഛേദം, അത് സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വർണ്ണ സംയോജനം ഒരുമിച്ചാക്കുക. കേവലം പഞ്ചപ്രശ്നാഹ 5 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. 6 എണ്ണം ഉണ്ട്, 1 ഓപ്ഷൻ ആയിട്ട് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ, മ പ്ലസ് ആ പ്ലസ് ഹ പ്ലസ് എ പ്ലസ് ഷ പ്ലസ് വ പ്ലസ് ആ പ്ലസ് ര പ്ലസ് അഹ എന്ന് പറയുമ്പോൾ മഹേശ്വരഹ ആണ് ഉത്തരം. സപ്താഹാന്തി എങ്ങനെയാണ് എഴുതേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തെ ദ്വാവേവ എന്നാണ്. ഫോർത്ത് വൺ, വിസ്മയം എന്ന് പറയുന്നത് ഇവിടെ വർണ്ണ വിച്ഛേദം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ, ലുബ്ധ എന്നാണ് വാക്ക്. മഞ്ജരി എന്ന് പറയുന്ന വാക്കിനെ ഇവിടെ വർണ്ണവിച്ഛേദം ചെയ്തിട്ടുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, പ്രദത്ത വാക്യേഷു രേഖാങ്കിത പദേഷു സന്ധി വിച്ഛേദനം ഓർ മേളനം വാ കുരുത. സന്ധി വിച്ഛേദം സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരുമിപ്പിക്കുക, പിരിച്ചെഴുതുക അല്ലെങ്കിൽ ചേർത്ത് എഴുതുക. അതാണ് ഇതിനും 5 എണ്ണം എഴുതിയാൽ മതി. 6 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ സൂര്യോദയാത് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ? സൂര്യ പ്ലസ് ഉദയാത്. നൈക് പ്ലസ് അകഹ, നായകഹ ആണ് ഉത്തരം. പരോപകാരായ, പര പ്ലസ് ഉപകാരായ. സദ്ഗുണ പ്ലസ് ഉപേതഃ, സദ്ഗുണോപേതഃ. ലസന്തീഹ, ലസന്തി പ്ലസ് ഇഹ. ഛായ പ്ലസ് ഏവ, ഛായൈവ. ആ പ്ലസ് എ വരുമ്പോൾ ഐ ആണ്, അതാണ് ഛായൈവ എന്ന് വന്നിരിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഉചിത ശബ്ദരൂപേണ വിഭക്തി. വിഭക്തിയാണ് ഇവിടെ എഴുതേണ്ടത്. റിക്തസ്ഥാനാനി പൂരേത. ഫസ്റ്റ് വൺ, ഡാഷ് നമഃ. അപ്പൊ നമഃ വരുമ്പോൾ നമഃ ശബ്ദയോഗേ ചതുർത്ഥി വിഭക്തി എന്നാണ്. അപ്പൊ ശിവായ നമഃ. സെക്കൻഡ് വൺ, വിദ്യാലയെ ഡാഷ് ഛാത്രാൻ പാഠയതി. അപ്പോ പഠിപ്പിക്കുന്നു. വിദ്യാലയത്തിൽ ആരെ പഠിപ്പിക്കുക? ഗുരുഹു ഛാത്രാൻ പാഠയതി. തേർഡ് വൺ, ബാലകാഹ ഡാഷ് സ്നാനം കൃത്വാ മോദന്തി. ബാലകാഹ സരോവരേ, സരോവരത്തില് കുളിച്ചിട്ട് സന്തോഷിക്കുന്നു. ഫോർത്ത് വൺ, ഡാഷ് ഗീതാനി ഗായന്തി. ഛാത്രാഹ ഗീതാനി ഗായന്തി. കുട്ടികൾ ഗീതങ്ങൾ ആലപിക്കുന്നു. ഇവിടെ ഛാത്ര എന്നെടുക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഗായന്തി ആണ് ക്രിയാപദം. ക്രിയാപദം ബഹുവചനായതുകൊണ്ട് കർത്തൃപദം എന്തായിരിക്കണം? ബഹുവചനായിരിക്കണം. അതുകൊണ്ടാണ് ഛാത്രാഹ എന്നുള്ള പദം നമ്മൾ ഉപയോഗിച്ചത്. ഫിഫ്ത്ത് വൺ, ക്രീഡാകാരഹ ഡാഷ് ക്രീഡതി. ക്രീഡാകാര, കളിക്കാരൻ കളിക്കുന്നു. അപ്പോൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ്, എന്ത് ഉപയോഗിച്ച് കളിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ കന്ദുകേന എന്നുള്ള ഉത്തരാണ് കറക്റ്റ് ആയിട്ട്. തൃതീയ വിഭക്തിയാണ് കന്ദുകേന. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, രേഖാങ്കിത പദാനാം പ്രകൃതി പ്രത്യയോ സംയോജ്യ വിഭജ്യവ പ്രദത്ത വികൽപ്പേഭ്യഃ ഉചിതം ഉത്തരം ചിത്വാ ലിഖത. പ്രത്യയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂത്വ, ഭൂത്വ എന്ന് പറയുമ്പോൾ ഭൂ പ്ലസ് ത്വ എന്നുള്ളതാണ് ഉത്തരം. സെക്കൻഡ് വൺ, പഠ് പ്ലസ് തുമുൻ, പഠിത്തും ആണ് ഉത്തരം. വിചാര്യ, വി ചര് പ്ലസ് ലെപ്പ്, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. വിചാര്യ ലെപ്പ് പ്രത്യയാണ്. കൃ പ്ലസ് ത്വ എന്ന് പറയുമ്പോൾ കൃത്വ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഗന്തും എന്ന് പറയുമ്പോൾ ഗമ പ്ലസ് തുമുൻ, തുമുൻ പ്രത്യയാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, അധോദത്ത വികൽപ്പേഭ്യഃ സമുചിതം ധാതുരൂപം. ലകാരം, ധാതുരൂപം എന്ന് പറഞ്ഞാൽ ലകാരാണ്. ലട്ട്, ലങ് മുതലായ ലകാര രൂപങ്ങളാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഛാത്രഃ ശിക്ഷകം ഡാഷ്. ശിക്ഷകനോട് ചോദിച്ചു എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ലങ് ലകാരാണ്. അപൃച്ഛത്താണ് ഉത്തരം. സെക്കൻഡ് വൺ, ബാലികാഹ പ്രാതഃകാലേ വിദ്യാലയം ഡാഷ്. രാവിലെ കുട്ടികൾ പോകുന്നു. ഗച്ഛന്തി ആണ് വേണ്ടത്. കാരണം എന്താ? ബാലികാഹ എന്നുള്ള കർത്തൃപദം സബ്ജക്റ്റ് ബഹുവചനായതുകൊണ്ട് ക്രിയാപദവും ബഹുവചനം യൂസ് ചെയ്യണം. തേർഡ് വൺ, കീർത്തിഹി ശ്വഹ ചെന്നൈ നഗരം ഡാഷ്. ഗമ എന്നുള്ള ധാതു ഉപയോഗിച്ചിട്ടുള്ള പദമാണ് എഴുതേണ്ടത്. ശ്വഹ എന്നുള്ളത് ടുമാറോ, നാളെ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നാളെ ഭവിഷ്യകാല ആയതുകൊണ്ട് ഗമിഷ്യതി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഫോർത്ത് വൺ, വയം ഭാരതീയാഹ ഡാഷ്. നമ്മളെല്ലാവരും ഭാരതീയരാണ്. അപ്പോൾ സ്മഹ എന്നുള്ളതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. വയം വരുമ്പോൾ ഉത്തമ പുരുഷ ബഹുവചനായതുകൊണ്ട് അസ്മി സ്വഹ സ്മഹ എന്നുള്ള സ്മഹ ആണ് ഉത്തരം. ഫിഫ്ത്ത് വൺ, അഹം സത്വരം ന പഠാമി. രേഖാങ്കിത പദം ഡാഷ് പുരുഷ. അപ്പോൾ പഠാമി എന്നുള്ളത് ഏത് പുരുഷനാണ്? പ്രഥമ പുരുഷനാണോ, മധ്യമ പുരുഷനാണോ, ഉത്തമ പുരുഷനാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ
പഠാമി, പഠാവഹ, പഠാമഹ എന്നുള്ളത് ഉത്തമ പുരുഷനിലെ പദങ്ങളായതുകൊണ്ട് ഉത്തരം ഏതാണ്? ഉത്തമ പുരുഷനാണ് ഉത്തരം. അടുത്തത് ഫോർത്ത് പാർട്ടാണ് ഖ ഖണ്ഡഹ പഠിതാവബോധനം. മൊത്തം 30 മാർക്കാണ് ഈ ഒരു പാഠം. ഈ ഒരു ഭാഗം 9ാം ക്ലാസ്സിലെ ഷേമുഷി ടെക്സ്റ്റിലെ ഗോദോഹനം എന്നുള്ള പാഠത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ചന്ദനഹ അസ്തു ഗച്ഛ, ആയിക്കോട്ടെ നീ പോയിക്കോളൂ. സഖീഭിഹി സഹ ധർമ്മയാത്രയാ ആനന്ദിത ച ഭവ, കൂട്ടുകാരികളുടെ കൂടെ ധർമ്മയാത്രയ്ക്ക് പോയിട്ട് സന്തോഷിച്ചു വരൂ, സന്തോഷിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. അഹം സർവമപി പരിപാലയിഷ്യാമി ശിവാസ്തേ സന്തു പന്ഥാനഃ, ഞാൻ എല്ലാ കാര്യങ്ങളും പരിപാലിക്കാം, എല്ലാം മംഗളകരമായി തീരട്ടെ എന്നാണ് പറയുന്നത്. ചന്ദനഃ മല്ലികാതു ധർമ്മയാത്രയെ ഗത അസ്തു ദുഗ്ധദോഹനം കൃത്വാ തതഃ സ്വപ്രാതരാശസ്യ പ്രബന്ധം കരിഷ്യാമി. അപ്പോൾ മല്ലിക ധർമ്മയാത്രയ്ക്ക് പോയി. മല്ലിക എന്ന് പറയുന്നത് ഭാര്യയാണ്. ഭാര്യ ധർമ്മയാത്രയ്ക്ക് പോയി. അപ്പോൾ ഇനി ഗോദോഹനം, ദുഗ്ധദോഹനം കൃത്വ തതഃ സ്വപ്രാതരാശസ്യ പ്രബന്ധം കരിഷ്യാമി. അപ്പോൾ രാവിലെ തന്നെ പശുവിനെ കറന്നുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ ആരംഭിക്കാം. സ്ത്രീവേഷം ധൃത്വ, സ്ത്രീവേഷം ധരിച്ചുകൊണ്ട് ദുഗ്ധപാത്ര ഹസ്തഃ, പാലിന്റെ പാത്രത്തോടു കൂടി നന്ദിന്യാഹ സമീപം ഗച്ഛ, നന്ദിനിയുടെ അടുത്തേക്ക് പോകുന്നു. ഉമ, ഉമ എന്ന് പറഞ്ഞ കുട്ടി വന്നു. മാതുലാനി മാതുലാനി, അമ്മായി അമ്മായി. ചന്ദനഃ, ചന്ദനം പറയാണ് ഉമേ അഹം തു മാതുലഹ, ഞാൻ അമ്മായി അല്ല, ഞാൻ അമ്മാവനാണ്. തവ മാതുലാനി തു ഗംഗാ സ്നാനാർത്ഥം കാശീം ഗത അസ്തി, നിന്റെ അമ്മായി ഗംഗയിൽ കുളിക്കാനായിട്ട് കാശിയിലേക്ക് പോയിരിക്കുകയാണ്. കഥയ, പറയൂ. കിം തേ പ്രിയം കരവാണി, നിനക്ക് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? ഉമ മാതുലഹ പിതാമഹ കഥയതി, മുത്തശ്ശൻ പറഞ്ഞു, മാസാനന്തരം അസ്മത് ഗൃഹേ മഹോത്സവ ഭവിഷ്യതി, നമ്മുടെ വീട്ടില് മഹോത്സവം, ഉത്സവം വരുന്നുണ്ട്. തത്ര 300 സേട്ടകമിതം ദുഗ്ധം അപേക്ഷതി, അവിടെ 300 ലിറ്റർ പാല് ആവശ്യമുണ്ട്. ഏഷ വ്യവസ്ഥ ഭവദ്ഭിഹി കരണീയ, ഇതിന്റെ കാര്യങ്ങള് അങ്ങ് തന്നെ ചെയ്യണം എന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്ന് ഉമ അമ്മാവനായിട്ടുള്ള ചന്ദനോട് പറഞ്ഞു. ചന്ദനഃ പ്രസന്ന മനസ്സ, സന്തോഷത്തോടു കൂടി 300 സേട്ടക പരിമിതം ദുഗ്ധം ശോഭനം, 100 ലിറ്റർ ആണോ? ശോഭനം. ദുഗ്ധ വ്യവസ്ഥ ഭവിഷ്യതി ഏവ ഇതി പിതാമഹം പ്രതി ത്വയാ വക്തവ്യം, പാലിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാമെന്ന് മുത്തശ്ശനോട് പറയാനായിട്ട് പറഞ്ഞു. ഇതാണ് നാട്യാംശം. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഏകപദേന ഉത്തരത. സ്ത്രീവേഷം ധൃത്വ ദുഗ്ധപാത്രഹസ്തഃ നന്ദിന്യാഹ സമീപം കഹ ഗച്ഛതി, അപ്പൊ സ്ത്രീവേഷത്തില് പാലിന്റെ പാത്രമായിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് ആരാണ് പോയത്? ചന്ദനഃ. മാതുലാനി മാതുലാനി ഇതി കാ പൃച്ഛതി, അമ്മായി അമ്മായി എന്ന് ആരാണ് വിളിച്ചത്? ഉമ. പൂർണ്ണവാക്യേന ഉത്തരത. 2 എണ്ണം എഴുതിയാൽ മതി, കേവലം പ്രശ്നദ്വയാണ്, പക്ഷെ 3 നമുക്ക് നോക്കാം. മഹോത്സവേ കതി സേട്ടകം ദുഗ്ധം അപേക്ഷിതേ, ഉത്സവത്തിലെ എത്ര ലിറ്റർ ആണ് പാൽ ആവശ്യമുള്ളത്? 300 സേട്ടകം, 300 ലിറ്റർ ആണ്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ പൂർണ്ണവാക്യത്തിലാണ് എഴുതേണ്ടത്. മഹോത്സവേ 300 സേട്ടകം ദുഗ്ധം അപേക്ഷതേ എന്നാണ് എഴുതേണ്ടത്. മാതുലാനി തു ഗംഗാ സ്നാനാർത്ഥം കുത്ര ഗത അസ്തി, അപ്പൊ ഇവിടെ കുത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്. അപ്പൊ അതിന്റെ ഉത്തരം ഏതാണ്? കാശിയും, കാശിയിലേക്കാണ് പോയത്. ഉത്തരം എഴുതുമ്പോൾ മാതുലാനി തു ഗംഗാ സ്നാനാർത്ഥം കാശിയും ഗത അസ്തി എന്നാണ് എഴുതേണ്ടത്. മല്ലിക തു കിമർത്ഥം ഗത, മല്ലിക എങ്ങോട്ടാണ് പോയത്, അല്ല എന്തിനു വേണ്ടിയാണ് പോയത്? മല്ലിക തു ധർമ്മയാത്രയായി ഗത, ധർമ്മയാത്രയ്ക്കായിട്ടാണ് മല്ലിക പോയത്. യഥാനിർദ്ദേശം ഉത്തരത, ഗ്രാമർ പാർട്ടാണ്. മല്ലിക തു ധർമ്മയാത്രയായി ഗത ഇതി വാക്യേ ഗത ഇത്യസ്യ കർത്തൃപദം കിം, അപ്പൊ ഗത എന്നുള്ളതിന്റെ കർത്തൃപദം സബ്ജക്ട് ഏതാണ്? മല്ലികയാണ് ഉത്തരം, മല്ലികയാണ് പോയത്. ദുഗ്ധ വ്യവസ്ഥ ഭവിഷ്യതി ഏവ ഇതി വാക്യേ ഭവിഷ്യതി ഇത്യത്ര ലകാരഃ കഹ, ഭവിഷ്യത് എന്നുള്ള ലകാരം ലിറിട്ട്, ഫ്യൂച്ചർ ടെൻസ് ആണ്. അടുത്തത് ഒരു പാസേജ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിലെ, ഭ്രാന്തോ ബാലഹ എന്നുള്ള പാഠത്തിലെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പാസേജ് ആണ്. ഭ്രാന്തഃ കശ്ചന ബാലഹ പാഠശാലാ ഗമനവേളായം ക്രീഡിതും നിർജഗാമ, ഭ്രാന്തഃ ഭ്രാന്തനായിട്ടുള്ള ഒരു കുട്ടി പാഠശാല ഗമനവേളയം ക്രീഡിതും, പാഠശാലയ്ക്ക് പോകുന്ന വഴിക്ക് കളിക്കാനായിട്ട് തയ്യാറെടുത്തു. കിന്തു തേന സഹ കേളിഭിഹി കാലം ക്ഷേപ്തും തഥാ കോപി ന വയസ്യേഷു ഉപലഭ്യമാന ആസീത്, പക്ഷെ അവന്റെ കൂടെ കളിക്കാനായിട്ട് ഒരു കൂട്ടുകാരനും കിട്ടിയില്ല. യതസ്തേ സർവേപി പൂർവ്വദിന പാഠാൻ സ്മൃത്വ വിദ്യാലയ ഗമനായ ത്വരമാണ ബഭൂവുഹു, പക്ഷെ മറ്റുള്ള കുട്ടികൾ എന്തായിരുന്നു? തലേ ദിവസം പഠിച്ച പാഠങ്ങളൊക്കെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് വിദ്യാലയത്തിലേക്ക് പോകാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്ത്രാലുർ ബാലോ ലജ്ജയ തേഷാം ദൃഷ്ടിപഥമപി പരിഹരൻ ഏകാക്കി കിമപി ഉദ്യാനം പ്രവേശ, തന്ത്രജ്ഞനായിട്ടുള്ള ആ കുട്ടി ലജ്ജയ തേഷാം ദൃഷ്ടിപഥമപി പരിഹരൻ, അപ്പോൾ മറ്റുള്ള കൂട്ടുകാർ പോകുന്ന വഴിയിൽ അവരുടെ കണ്ണിൽ പെടാതെ ഏകാക്കി കിമപി ഉദ്യാനം പ്രവേശ, ഏകാക്കിയായിട്ട് ഒറ്റയ്ക്ക് വേറൊരു ഉദ്യാനത്തിലേക്ക് പോയി പ്രവേശിച്ചു. സ ചിന്തയാമാസ വിരമന്ത്വേതേ വരാകാഹ പുസ്തകദാസാഹ, അപ്പൊ എല്ലാവരും എന്താണ് ചിന്തിക്കുകയാണ്? പുസ്തകദാസന്മാരാണ്,
പഠിപ്പിക്കലാണ്. അഹം പുനരാത്മാനം വിനോദേഷ്യം, ഞാൻ സ്വയം തന്നെ സന്തോഷിപ്പിക്കാം. നനു ഭൂയോ ദ്രക്ഷ്യാമി ക്രുദ്ധസ്യ ഉപാധ്യായസ്യ മുഖം, എനിക്ക് ദേഷ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു അധ്യാപകന്റെ മുഖം കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല. സന്ത്വേതേ നിഷ്കുടവാസിനഃ ഏവ പ്രാണിനോ മമ വയസ്യാഹ, അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന ചെറിയ പ്രാണികളാണ് എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ് ഈ ഒരു പാസേജ് അവസാനിക്കുകയാണ്. ഏകപദേന ഉത്തരത, കേവലം പ്രശ്നദ്വയം. ഇനി 2 ആണ്, പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഏകാക്കി ബാലഹ കുത്ര പ്രവിവേശ, ഉദ്യാനത്തിലേക്കാണ് പോയത്, പ്രവേശിച്ചത്. ബാലഹ കീദൃശഃ ആസീത്, ബാലൻ എത്രക്കാരനായിരുന്നു? തന്ത്രാലുഹു. ബാലഹ കഥാ ക്രീഡിതും നിർജഗാമ, ബാലൻ എപ്പോഴാണ് കളിക്കാനായിട്ട് പോയത്? പാഠശാല ഗമനവേളായാം. പൂർണ്ണവാക്യേന ഉത്തരത, കേവലം പ്രശ്നദ്വയം. ഇനി 2 ആണ്. ബാലകസ്യ വയസ്യാഹ കിമർത്ഥം ത്വരമാണ ബഭൂഹു, എങ്ങോട്ട് പോകാനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ധൃതി പിടിച്ചു പോകുന്നത്? വിദ്യാലയ ഗമനായ, വിദ്യാലയത്തിലേക്ക് പോകുന്നതിന്. അപ്പൊ ഉത്തരം എഴുതുമ്പോൾ ബാലകസ്യ വയസ്യാഹ വിദ്യാലയ ഗമനായ ത്വരമാണാഹ ബഭൂഹു എന്നാണ് കംപ്ലീറ്റ് ആയിട്ട് എഴുതേണ്ടത്. തന്ത്രാലൂർ ബാലോ കയാ ഉദ്യാനം പ്രവിവേശ, തന്ത്രാലൂർ ബാലോ ലജ്ജയാ ഉദ്യാനം പ്രവിവേശ. കയ എന്നുള്ള സ്ഥാനത്ത് ഉത്തരം എഴുതുക, കിമർത്ഥം എന്ന സ്ഥാനത്ത് ഉത്തരം എഴുതുക, ബാക്കി ക്വസ്റ്റ്യൻ അതേപടി എഴുതണം. ബാലഹ കേശാം മുഖം ദൃഷ്ടും ന ഇച്ഛന്തി, കേശാം എന്നുള്ള ഭാഗത്ത് എന്ത് എഴുതണം? വയസ്യാന മുഖം ദൃഷ്ടും ന ഇച്ഛന്തി. ഇനി ഗ്രാമർ പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. യഥാനിർദ്ദേശം ഉത്തരത. നിർജഗാമ ഇത് ക്രിയാപദസ്യ കർത്തൃപദം കിം, എന്റെ കർത്തൃപദം എന്താണ്? ബാലഹ. അഹം പുനരാത്മാനം വിനോദേഷ്യാമി, അസ്മിൻ വാക്യെ ക്രിയാപദം കിം, ക്രിയാപദം ഏതാണ്? വിനോദേഷ്യാമി, അതാണ് ക്രിയാപദം. പദ്യാംശം പഠിത്വ പ്രശ്നാനം ഉത്തരാണി ലിഖത. 9ാം ക്ലാസ് NCERT ക്ഷേമുഷി ടെക്സ്റ്റിലെ സൂക്തി മൗക്തികം എന്ന പാഠത്തിലെ ഒരു ശ്ലോകമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൃത്തം യത്നേന സംരക്ഷ്യത് വിത്തമേതി ച യാതി ച അക്ഷീണോ വിത്തത ക്ഷീണോ വൃത്തതസ്തു ഹതോ ഹതഃ. അപ്പോൾ ഏകപദേന ഉത്തരത. കിം യത്നേന സംരക്ഷ്യത്, ഉത്തരം വൃത്തം. കസ്മാത് ക്ഷീണഃ അക്ഷീണഃ ഭവതി, വിത്തതഃ ക്ഷീണഃ അക്ഷീണഃ ഭവതി. അപ്പോൾ ഉത്തരം എന്താണ്? വിത്തതഃ. പൂർണ്ണവാക്യേന ഉത്തരത. വിത്തതഃ കീദൃശഃ ക്ഷീണഃ ഭവതി? ക്ഷീണഃ. കസ്മാത് തു ഹതോ ഹതഃ, വൃത്തതഃ ഹതോ ഹതഃ. കിം ഏതി യാതി ച, വിത്തം ഏതി യാതി. വിത്തം പൈസ വരും, പൈസ പോകും. ഇനി ഗ്രാമർ പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. വിത്തമേതി ച യാതി ച ഇത്യത്ര അവ്യയപദം കിം പ്രയുക്തം, ഏതാണ്? ച എന്നുള്ളതാണ് അവ്യയപദം, ചേഞ്ച് ആവാത്ത വാക്ക്. യത്നേന ഇത്യത്ര വിഭക്തി ഭവതി, ബാലേന രാമേണ എന്ന് പറയുന്ന പോലെ യത്നേന എന്ന് പറയുമ്പോൾ തൃതീയ വിഭക്തിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. അധോലിഖിത പദാനം അർത്ഥാഹ ചിത്വ ലിഖിത, അർത്ഥമാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ദുഹിത എന്നുള്ള പദത്തിന്റെ സമാന പദം പുത്രിയാണ്. ദുഗ്ധസ്യ എന്നുള്ളതിന്റെ അർത്ഥം ക്ഷീരസ്യ. പ്രോവാച എന്നുള്ളതിന്റെ സമാന പദം അകഥയത് എന്നാണ്, പറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വിത്തം ധനം. രസാലാഹ ആമ്രാഹ. ഇനി 14ാമത്തെ അന്വയം പൂരയിത്വ പുനഃലിഖിത, അന്വയാണ് എഴുതേണ്ടത്. അപ്പൊ പ്രിയവാക്യ പ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഃ തസ്മാത് തദൈവ വക്തവ്യം വചനേക ദരിദ്രത. ഇതും സൂക്തി മൗക്തികം എന്നുള്ള പാഠത്തിലാണ്. അന്വയാണ് എഴുതേണ്ടത്. ഓൾറെഡി മഞ്ജുഷ കൊടുത്തിട്ടുണ്ട്, ഉത്തരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സർവേ ജന്തവഃ പ്രിയവാക്യ പ്രധാനേന തുഷ്യന്തി തസ്മാത് തദ് ഏവ വക്തവ്യം വചനേ ദരിദ്രത ക, അങ്ങനെയാണ് എഴുതേണ്ടത്. 15ാമത്തെ ക്വസ്റ്റ്യൻ. അധോലിഖിത വാക്യേഷു രേഖാങ്കിത പദാനെ ആധൃത്യ പ്രശ്ന നിർമ്മാണം കുരുത. ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. വൃക്ഷാഹ എന്ന് പറയുമ്പോൾ കെ ആണ് ഉത്തരം. പ്രിയവാക്യ പ്രധാനേന കേന, മോദകാനി കാനി, സ്വർണകാകസ്യ കസ്യ, നന്ദിനി കാ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് എഴുതേണ്ടത്. 16ാമത്തെ ക്വസ്റ്റ്യൻ. അധോലിഖിത പദാന വിലോമ പദാന ചിത്വ ലിഖത. വിലോമ പദാന ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. മന്ദം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ശീഘ്രം. രോദിതും അതിന്റെ ഓപ്പോസിറ്റ് ഹസിതും എന്നാണ്. മൃദും എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് കഠോരം. ഉപരി അതിന്റെ വിലോമപദം അധഹ, താഴെ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ആൻസർ ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദാഹ.